ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എൻ്റെ നാടും പരിസരവും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ക്യാമറ ഫേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലൊരു പാടത്തേക്കാണ്. അവിടെ ഒരു അടിപൊളി കുളമൊക്കെ ഉണ്ട്. വാട്ടാറക്കുളം എന്നാണ് പേര്. അപ്പോൾ വാട്ടാറക്കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊരു വാട്ടാറക്കുണ്ട് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു നല്ല ആളുള്ളൊരു കുണ്ടായിരുന്നു അത്. പഞ്ചായത്തുകാരൊക്കെ കൂടിയിട്ട് ഫണ്ടൊക്കെ പിരിച്ച് പിന്നെ നേരാക്കിയെടുത്തതാണ് ഒരു കുളം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതവിടെ പാടത്തെത്തിയിട്ടുണ്ട്. ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മുടെ എത്തിയപ്പോൾ മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു സീനറിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. നിങ്ങൾ ഈ കണ്ട കാഴ്ചകളൊക്കെ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ കരുവാൻപടിയാണ്. കരുവാൻപടി ഭാഗത്താണ് ഈ ഒരു പാടും കുളമൊക്കെ ഉള്ളത്. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ ചാനൽ അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടുന്ന് ആ ഒരു പാടത്തിൻ്റെ അറ്റെന്ന് പറയുന്നത് റെയിലാണ് പോയിട്ടിരിക്കുന്നത്. ഈ റെയിലിൻ്റെ അപ്പുറം കൊടുമുണ്ടാണ്. ഉരുളാമ്പടി, വെസ്റ്റ് കൊടുമുണ്ട അതൊക്കെ പറയും. അതാണ് ആ ഭാഗം. അപ്പോൾ ആ റെയിൽ നേരെ പോകുന്നത് പള്ളിപ്പുറം, ഈ ഭാഗത്തേക്ക് നേരെ പോകുന്നത് പട്ടാമ്പി, ഷൊർണൂർ ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഈ കുളത്തിന് ഒരു ഒഫീഷ്യൽ പേരൊക്കെ ഉണ്ട്. വാട്ടാർ കുളം എന്നൊക്കെയാണ് ഈ കുളത്തിൻ്റെ പേര്. അങ്ങനെ കുട്ടികൾ വെള്ളത്തിൽ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഇതിൽ ചാടി കളിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഈ ഏരിയയിലുള്ളവർക്ക് ഒരുവിധം അറിയാവുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. എന്തായാലും ഇവിടെ ഒന്ന് വരണം. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, മിസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഒരു കുളത്തിൽ വന്നിട്ടുള്ള കുളി. അപ്പോൾ അതൊരു അടിപൊളി ഒരു എന്താ പറയുക ഫീലാണ്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നീന്തക്കം പഠിച്ചതും ഒക്കെ ഈ ഒരു കുളത്തിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിനും കസിൻസിനൊക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളതും ഒക്കെ. അപ്പോൾ നല്ലൊരു രസമാണ് ഇവിടെ. എൻ്റെ കുട്ടിക്കാലത്ത് നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത് ഈ കുളം സൂപ്പർ ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ട്രെയിന് പോകുന്നത്. ഇപ്പോൾ ട്രെയിന് പട്ടാമ്പി ഷൊർണൂർ ഏരിയയിൽ നിന്ന് പള്ളിപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. കുറ്റിപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിവ് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അല്ല എനിക്കുള്ള അറിവുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം കുളം കൂടെ ഒന്നായിട്ടുള്ളൊരു ഏരിയയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ നല്ല ആഴാണ്. ഇവിടെ അറിയാത്തവരൊക്കെ വന്നിട്ട് ചാടിയില്ലെങ്കിൽ നല്ലതായിട്ട് പണിയിട്ട് കാരണം ഇവിടെ ഭയങ്കര ആഴാണ്. ആ ഏരിയയിലേക്ക് മാത്രമുള്ള ഒരു ആഴമില്ലാത്ത ഏരിയ. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആഴമുള്ള ഏരിയയാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ പാടാണ്. ഇവിടെ നിങ്ങളുടെ പാടം ഫുള്ള് പാടാണ്. അത് പാടും കോളും പാടം ഒന്നായിട്ട് നല്ല ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാടം കുളം ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം നല്ലൊരു രസമുള്ള ഒരു ഏരിയ അല്ലേ ഇത്. അപ്പോൾ ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ഏരിയയാണിത്. നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കുളത്തിലൊക്കെ വന്ന് കുളിക്കാൻ പറ്റുന്നൊക്കെ പോലെ വരിക. നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്.
അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കസിൻസും എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടിയിട്ട് കുളത്തിലൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞ് വന്ന് എല്ലാവരും കുളത്തിലിറങ്ങിയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യാണ്. എൻ്റെ അനിയത്തിമാർക്കും പിന്നെ എൻ്റെ ഉപ്പാടെ അനിയൻ്റെ മകനുണ്ട് ആസിഫ്, അവനക്കൊക്കെ നന്നായിട്ട് നീന്താൻ അറിയാം. മാമാടെ മക്കളൊക്കെ വന്നിരുന്നു, അപ്പോൾ അവർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ നാടും അവിടെയുള്ള പാടും കുളമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എനിക്കുള്ള അറിവും എൻ്റെ ഓർമ്മകളും അല്ലെങ്കിൽ എനിക്കുള്ള ഒരു സന്തോഷമൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ കൂടെ നിങ്ങളൊക്കെ കൊണ്ട് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.